അമ്മേ മഹാമായി ഭദ്രകാളി നമോസ്തുതേ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലോ, പ്രത്യേകിച്ചും ദൈവങ്ങളുടെ സ്വപ്നങ്ങൾ. അതിൽ തന്നെ ഭദ്രകാളിയെ സ്വപ്നം കാണുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിന്മൂലമുണ്ടാകുന്ന ചില ഭവിഷ്യത്തുകൾ, ചില പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, അമ്മ മഹാമായയെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് ദർശിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ ഒരു ദർശന ഭാഗ്യം ലഭിക്കുന്ന ആള് ഒരുപാട് പുണ്യം ചെയ്ത ഒരു വ്യക്തി തന്നെയായിരിക്കും. അങ്ങനെ എല്ലാവർക്കും ഒന്നും സ്വപ്നത്തിലൂടെ ദർശനം നൽകുന്ന ഒരാളല്ല അമ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ നിങ്ങൾക്ക് സ്വപ്നത്തിൽ ദർശനം നൽകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളെ ഒരു കാര്യം കാട്ടിത്തരുന്നതിന് വേണ്ടി തന്നെയായിരിക്കും. എത്രയോ കരഞ്ഞു പറഞ്ഞിട്ട് പോലും ഒരിക്കൽ പോലും ഒന്ന് സ്വപ്നത്തിൽ കാണാൻ സാധിക്കാത്ത എത്രയോ പേരുണ്ടെന്നറിയാമോ? എന്നാൽ ഒരിക്കൽ പോലും അമ്മയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ചിലരുടെയൊക്കെ സ്വപ്നത്തിൽ അമ്മ മഹാമായ നേരിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്. ഈ പ്രകൃതിയുടെ ദേവിയാണ് കാളിദേവി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഊണിലും ഉറക്കത്തിലുമെല്ലാം ഭഗവതിയുടെ സാന്നിധ്യം നമുക്ക് എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വാരി പുണരാനും അതുപോലെ തന്നെ അമ്മയ്ക്ക് കോപമുള്ള ആൾക്കാരെ ആട്ടി അകറ്റുന്നതിനും അമ്മയ്ക്ക് യാതൊരു മടിയുമില്ല. ദുഷ്ടരെ ശിക്ഷിച്ച് ശിഷ്ടരെ സംരക്ഷിക്കുന്ന അത്ഭുത മാതാവാണ് കാളിയമ്മ. കാളിയമ്മയുടെ സ്വപ്നദർശനത്തിനായിട്ട് ഭക്തജനങ്ങള് വെള്ളിയാഴ്ചകളിൽ വ്രതമിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെ തുടർച്ചയായിട്ട് 8 വെള്ളിയാഴ്ചകളിൽ ചെയ്തു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ അമ്മയെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ വ്രതം യഥാശക്തി ആയിരിക്കണം. ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്നർത്ഥം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ അമ്മ മഹാമായയെ ദർശിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് വെള്ളിയാഴ്ചകളിൽ മഠത്തിൽ നടക്കുന്ന ശാക്തേയ പൂജകളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഒരവസരമുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ വയസ്സ് എന്നിവ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾക്ക് അമ്മ മഹാമായയുടെ മുന്നിൽ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം കൂടി ഇതിന് താഴെ കുറിച്ചിടാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ ആ ആഗ്രഹങ്ങളെ കൂടി സമർപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. അപ്പോൾ അമ്മ മഹാമായയെ സ്വപ്നത്തിൽ ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വപ്ന ദർശനത്തെക്കുറിച്ച് ആരോടും തന്നെ പറയാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ അമ്മയെ ദർശിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിയായ സന്തോഷമായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഭയം തോന്നും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് വീട്ടുകാരോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ഒക്കെ ഈ സ്വപ്ന ദർശനത്തെക്കുറിച്ച് പറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പറയുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വപ്ന ദർശനം കൊണ്ടുണ്ടായ നല്ല ഫലങ്ങളെല്ലാം തന്നെ നഷ്ടമാവുന്നതാണ്. അമ്മ മഹാമായയെ മാത്രമല്ല, ഏതൊരു ദൈവത്തെ നമ്മൾ സ്വപ്നത്തിലൂടെ ദർശിച്ചാലും ആ വിവരം നമ്മളിങ്ങനെ എല്ലാവരോടും പറഞ്ഞു നടക്കാൻ പാടില്ല. അഥവാ നിങ്ങൾക്ക് പറഞ്ഞേ തീരൂ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയേ തീരൂ എന്നാണെങ്കിൽ ഒരു ആചാര്യസ്ഥാനത്തുള്ള വ്യക്തിയോട്, അദ്ദേഹത്തോട് മാത്രം ഇതിനെക്കുറിച്ച് പറയുക. അല്ലാതെ എല്ലാവരോടും ഇങ്ങനെ സ്വപ്നദർശനത്തെക്കുറിച്ച് പറഞ്ഞു നടക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഗുണഫലങ്ങളെ ഇല്ലാതാക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മോശ സ്വപ്നമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരോടും ആ കാര്യം പറഞ്ഞോളൂ. അപ്പോൾ അതിൻ്റെ ഫലം ഇല്ലാതാകുന്നതായിരിക്കും. എന്നാൽ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം തന്നെ നല്ല സ്വപ്നങ്ങളാണ്. അപ്പോൾ അത്തരം സ്വപ്നങ്ങളെ നമ്മളിങ്ങനെ പറഞ്ഞു നടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. ഇതിൽ നിങ്ങൾ സ്വപ്നത്തിൽ അമ്മയെ അതീവ കോപിഷ്ഠയായിട്ട് കാണുകയാണെങ്കിലുള്ള ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. കാളിമാതാവിനെ നമ്മൾ ദർശിക്കുമ്പോൾ തന്നെ ഒരു കോപാകുലയായിട്ടുള്ള ഒരു ഭാവമാണ് ദേവിക്കുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വപ്നത്തിൽ ദർശിക്കുമ്പോൾ ദേവി ഉഗ്രരൂപിണിയായിട്ട് കയ്യിൽ വാളൊക്കെ ഏന്തി നാക്കൊക്കെ തള്ളി നമ്മളെ ഓടിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിലോ, കയ്യിലൊരു വെട്ടിയെടുത്ത തലയോ ആയിട്ട് രക്തം പുരണ്ട വാളുമായിട്ടൊക്കെ നമ്മളെ പിന്നാലെ വരുന്നതായിട്ടോ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടോ ഒക്കെ സ്വപ്നം കാണുകയാണെങ്കിലുള്ള ഫലത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സ്വപ്നമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഏതോ ഒരു പ്രവൃത്തിയിൽ അമ്മയ്ക്ക് തീർത്തും അനിഷ്ടമുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ മുഖാന്തരം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അനിഷ്ടം നടക്കാൻ പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും സ്വത്ത് വകകൾ അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് ഒക്കെ അപഹരിച്ച് വെച്ചിരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആപത്ത് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിലോ, കൂടാതെ നിങ്ങൾ ആരെയെങ്കിലും മനസ്സറിഞ്ഞോ അറിയാതെയോ വഞ്ചിക്കുകയാണെങ്കിലോ ഒക്കെ അമ്മ മഹാമായയുടെ കോപത്തിന് ഇരയായെന്ന് വന്നേക്കാം. മാത്രമല്ല, നിങ്ങൾ ദൈവനിന്ദാപരമായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും അമ്മയുടെ കോപത്തിന് പാത്രമായേക്കാം. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. ഇനി ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ, അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ എന്ത് പാപമാണ് ചെയ്തത് ഈ ഒരു കാര്യത്തിന് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഈ ജന്മത്തിലായിരിക്കില്ല, പൂർവ്വജന്മാർജിതമായിട്ടുള്ള എന്തോ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഈ ഒരു സ്വപ്നം നിങ്ങൾക്ക് കാണേണ്ടി വന്നത്. അപ്പോൾ അതെന്തായാലും ശരി, അമ്മയുടെ കോപം ശമിപ്പിക്കാൻ ഒരു ഭക്തന് തീർച്ചയായും കഴിയുന്നതാണ്. അപ്പോൾ അതെന്ത് തന്നെ ആവട്ടെ, നമുക്ക് അതിന് പ്രതിവിധി ചെയ്യാവുന്നതാണ്. എന്തായാലും സ്വപ്നത്തിലെങ്കിലും അമ്മ ദർശനം നൽകിയല്ലോ, അപ്പോൾ അത് തന്നെ ഒരു പുണ്യമായിട്ട് കരുതുക. എന്നിട്ട് തൊട്ടടുത്തൊരു ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം പോവുക. ഒരു രക്തഹാരവും ഒരു കവറ് കുങ്കുമവും കൂടെ കൊണ്ടുപോയി അമ്മ മഹാമായയുടെ തിരുമുൻപിൽ സമർപ്പിക്കുക. എന്നിട്ട് ഓം ഭം ഭദ്രകാളിയേ നമ എന്ന് 18 ഉരു ജപിക്കുക. എന്നിട്ട് അമ്മയുടെ തിരുസന്നിധിയിൽ 3 വലം വച്ച് വന്ന് ഒരു മണി മുഴക്കുക. എന്നിട്ട് സമസ്താപരാധം ചൊല്ലി അമ്മയുടെ മുന്നിൽ ക്ഷമ യാചിക്കേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓം ഹ്രീം ശക്തിയുക്തേ മഹാഭദ്രകാളി സമസ്താപരാധം ക്ഷമസ്വ ക്ഷമസ്വ. ഇങ്ങനെ 18 തവണ ജപിക്കേണ്ടതാണ്. ഈ സമസ്താപരാധം എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പിഴകൾക്കും മാപ്പ് ചോദിക്കലാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സമസ്താപരാധം ചൊല്ലി ക്ഷമാപണം നടത്തിയതിന് ശേഷവും ഇത്തരത്തിൽ നിങ്ങൾ അമ്മ മഹാമായയെ കോപത്തോടെ ദർശിക്കുകയാണെങ്കിൽ, സ്വപ്നത്തിൽ ദർശിക്കുകയാണെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഒരു ആചാര്യനുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. കൂടാതെ ഇതിനെക്കുറിച്ച് എന്താണ് അമ്മയുടെ ഈ അനിഷ്ടത്തിന് കാരണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കവിടി പ്രശ്നവും കൂടി വച്ച് നോക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തേത്, അമ്മ മഹാമായയെ സ്വപ്നം കാണുമ്പോൾ അമ്മ വളരെ ചിരിച്ച് വളരെ സന്തോഷവതിയായിട്ട് വളരെ വാത്സല്യത്തോടുകൂടി നിങ്ങൾ കാണുകയാണെങ്കിൽ ഏറ്റവും മഹത്തായ ഒരു സ്വപ്നം തന്നെ ആയിരിക്കും അത്. ഇത്തരത്തിലുള്ള ഒരു സ്വപ്നത്തിൽ അമ്മ മഹാമായയെ കാണുമ്പോൾ നമുക്ക് കുളിര് കോരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലൊരു സ്വപ്നമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ കുറേയധികം ദോഷങ്ങൾ ഉടനടി തന്നെ മാറിക്കിട്ടുന്നതാണ്. നിങ്ങളുടെ ശത്രുദോഷം, കണ്ണീർ ദോഷം, മാരണദോഷം, അങ്ങനെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ്. മാത്രമല്ല, അമ്മ മഹാമായ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഒരു ശത്രുവിനും നിങ്ങളെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു തെളിവും കൂടിയാണിത്. കൂടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ നടപ്പിലാവുന്നതാണ് എന്നുകൂടി അമ്മ ഈ സ്വപ്ന ദർശനത്തിലൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സ്വപ്നമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളും കൂടി ചെയ്യേണ്ടതുണ്ട്. അതായത് 28 നാരങ്ങകൾ കോർത്ത് ഒരു മാലയുണ്ടാക്കണം. നവമി തിഥി വരുന്ന ദിവസമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നവമി തിഥി വരുന്ന ദിവസം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ദിവസം
നിങ്ങൾ തൊട്ടടുത്ത ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ നാരങ്ങാമാല സമർപ്പിക്കണം. ഒപ്പം തന്നെ ഒരു കടുംപായസ നിവേദ്യവും കൂടി സമർപ്പിക്കണം. ഒരു വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. എന്നിട്ട് വൈകുന്നേരത്തെ ദീപാരാധന, അത്താഴപൂജയൊക്കെ തൊഴുത് ആ പ്രസാദവും കൂടി മേടിച്ചു വേണം തിരിച്ചു പോരാൻ. ആ കടുംപായസത്തിൽ നിന്ന് ഒരൽപ്പം നിങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്മകൾ ഉണ്ടാവട്ടെ.